പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷമാകാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ മൂന്നാമത്തെ പടക്കപ്പൽ USS ജോർജ് W. ബുഷ് പശ്ചിമേഷ്യയിലെത്തി. ഇതോടെ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3 ഹോർമുസിൽ ഒരു ചരക്ക് കപ്പലിനെ IRGC സേനാംഗങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് യുഎസിന്റെ ഈ നടപടി. അതേസമയം ഇറാനുമായി കരാറുണ്ടാക്കുന്നതിൽ തനിക്ക് യാതൊരു സമ്മർദ്ദവുമില്ലെന്ന് പറഞ്ഞ ട്രംപ് ശത്രുക്കൾക്ക് മുന്നിൽ സമയം കുറവാണെന്ന് വ്യക്തമാക്കി. I took the country out militarily in the first 4 weeks. I took it out militarily. Now all we're doing is sitting back and seeing what deal. And if they don't want to make a deal, then I'll finish it up militarily with the other 25% of the targets. We've hit 78% of the targets that we've wanted to hit. We've knocked out their manufacturing. We've knocked out their missile production. We've knocked out their drone production. We've knocked out everything. In some cases, when I say knocked it out, 70, 80, 90%. It's amazing what we've done. So I've done that within that period of time that I mentioned, but I don't want to rush myself, because every story says, oh, Trump is under time pressure. I'm not, no. You know who's under time pressure? They are. ഇതിനിടെ ഇസ്രയേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇന്നലെ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്ന് ലബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് ഉറപ്പു നൽകി. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോഴിതാ ഹോർമുസിൽ യുഎസിന്റെ യുദ്ധക്കപ്പലുകൾ 3 ആയിരിക്കുന്നു. തുടക്കത്തിൽ അത് 2 ആയിരുന്നു, ഇപ്പോൾ അത് 3 വർദ്ധിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ US ഇങ്ങനെ വർദ്ധിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഇതിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? അനുശ്രീ, ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ IRGCയുടെ സേനാംഗങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഒരു കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാന്റെ നാഷണൽ ടെലിവിഷൻ തന്നെയാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ അത് പുറത്തുവിട്ടത്. ഇതിലൂടെ ഇറാൻ ഉദ്ദേശിച്ചത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും പൂർണ്ണമായിട്ടും IRGCക്കും അതുപോലെ തന്നെ ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനുമാണ് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. അപ്പോൾ ഈ കപ്പലിനെ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇത് വെറുതെ അങ്ങ് പിടിച്ചെടുക്കുക മാത്രമായിരുന്നില്ല. ഇറാന്റെ ചെറു ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സേനാംഗങ്ങൾ ഈ കപ്പൽ പിടിച്ചെടുത്തത്. അതും IRGCയുടെ സൈനികർ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ കപ്പലിലേക്ക് കയറിയതും അതുപോലെ തോക്ക് ചൂണ്ടി ഇവിടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതും. ഇതിന്റെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. ട്രംപ് ഇതിനു മുൻപേ അവകാശപ്പെട്ടിരുന്നത് ഇറാന്റെ ഏതാണ്ട് 150ഓളം കപ്പലുകളെ തങ്ങൾ കടലിൽ മുക്കി എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടതിലൂടെ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് കപ്പലുകളൊന്നും വേണ്ട, ഇത്തരത്തിലുള്ള ചെറു ബോട്ടുകൾ മാത്രം മതി ഹോർമുസിന്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ എന്നാണ്. മാത്രമല്ല ഇറാന്റെ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു.